ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഞാൻ ടീച്ചറോട് ചോദിക്കുന്നില്ല. കാരണം ടീച്ചർ എങ്ങനെയാണ് ഈ സർക്കാരിനെയും അതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കാണുക എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുമൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ ടീച്ചർ എങ്ങനെ കാണുന്നു എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട്. MT വാസുദേവൻ നായർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, താങ്കൾക്കറിയാം. തൊട്ടു പിന്നാലെ മുകുന്ദൻ പറയുന്നു സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ഒഴിയേണ്ട സമയത്ത് സിംഹാസനങ്ങൾ ഒഴിയണം ഈ ജനായത്ത ഭരണ സംവിധാനത്തിൽ നിന്ന്. അപ്പോൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി എന്ന പോലെ തന്നെ കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണശൈലിയെയും ഇത്തരം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. എങ്ങനെയാണ് ആരെങ്കിലും പിണറായി വിജയൻ ഒഴിയണമെന്ന് പറഞ്ഞോ? എന്നല്ല, വളരെ പ്രകടമായ രീതിയിലാണല്ലോ EMSന്റെ ഭരണ രീതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതാണ് അങ്ങനെ സ്വീകരിക്കേണ്ട സമയം. അത് പിണറായി വിജയൻ സ്വീകരിക്കുന്നില്ല എന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പൊതു കാര്യം എന്നുള്ള നിലയിൽ അവർ പിണറായി പോലും അങ്ങനെ പൊതു കാര്യം പറയുമ്പം അതിനെ പിണറായി എതിർത്തിട്ടില്ലല്ലോ ഇതുവരെ. എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു ശരിയല്ല എന്ന് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. MTയും അതുപോലെ മുകുന്ദനും ഒക്കെ പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ ആശയങ്ങളെ വളരെ പ്രകടമായിട്ട് MT ഒരുപാട് പറഞ്ഞിട്ടില്ലെങ്കിലും ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ അംഗീകരിക്കുന്ന ഒരു മനോഭാവം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ എന്നല്ല ഞാൻ പറയുന്നത്. അത് പൊതുവെ മുകുന്ദൻ പലപ്പോഴും വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ ആശയഗതികൾ അത് തകർന്നു പോകരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരാരെങ്കിലും വ്യക്തിപരമായിട്ട് ഒരാളെ എടുത്തിട്ട് പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. അവർ പൊതുവായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടുന്ന പൊതുകാര്യം, പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇന്ന വ്യക്തിയെ ചൂണ്ടിയാണ് പറഞ്ഞതെന്ന് വലിയ തോതിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴല്ലേ മുഖ്യമന്ത്രിയെ അടുത്തിരുത്തി EMSന്റെ ഭരണകാലത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഒരു സ്വേച്ഛാഭരണം ഉണ്ടാകാതിരിക്കേണ്ടത് എന്ന് വിശദീകരിച്ചാൽ MT വാസുദേവൻ നായർ ആരെക്കുറിച്ച് പറഞ്ഞു എന്നാണ് ടീച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി കഴിഞ്ഞ 2016 മുതൽ 2021 വരെ കേരളത്തിൻ്റെ പുതിയ പ്രശ്നങ്ങൾ, കാരണം നേരത്തെ ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ പുതിയ തലമുറ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് തൊട്ടറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള മാർഗം നിർദ്ദേശിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമുക്ക് റവന്യൂ വരുമാനം വളരെ കുറവാണ്. എന്നിട്ടും ക്ഷേമ പദ്ധതികൾ ഏറ്റവും ചെയ്തുകൊണ്ടാണ് നമ്മൾ താഴെ തട്ടിലുള്ള സകലരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുതിർന്നത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഗവൺമെൻറ് മുൻകൈയെടുത്ത് വീടുണ്ടാക്കി കൊടുക്കുന്നുള്ള പദ്ധതിയുണ്ട്. അതൊരു സോഷ്യലിസ്റ്റ് ആശയമാണ്. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ തെരുവിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ പുഴക്കരയിൽ അവർക്ക് സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത യമുനയുടെ ഒക്കെ കരയിലൊക്കെ താമസിക്കുന്ന ആളുകളും വെള്ളപ്പൊക്കം വന്ന് ഇതൊക്കെ ഒഴുകിപ്പോകുമ്പോൾ മറ്റൊരു കരയിൽ പോയി തമ്പ് കെട്ടി പാർക്കുന്നത്? പുനരധിവാസമുണ്ടോ അവിടെ? വേറെ ഏതെങ്കിലും തരത്തിലുള്ള വളരെ ചെറിയ എന്തെങ്കിലും സ്കീം ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഓരോരുത്തരെയും തൊട്ടുകൊണ്ടുള്ള പദ്ധതികളല്ലേ നമ്മൾ ചെയ്യുന്നത്. ജനസംഖ്യയുടെ എല്ലാ വിഭാഗത്തെയും അവർക്ക് ഭക്ഷണം എത്തിക്കുക, റേഷൻ കടകളില്ലാത്ത ഗ്രാമങ്ങളില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആരോഗ്യ സ്ഥാപനങ്ങൾ വളരെ വികേന്ദ്രീകൃതമായി താഴെത്തട്ടിലടക്കം. അപ്പോൾ പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല പുതിയ കേരളത്തിൻ്റെ പ്രശ്നം. അതെന്താ? നമ്മുടെ ചെറുപ്പക്കാർ അഭ്യസ്തവിദ്യരായിരിക്കുന്നു. ആ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരെവിടെ അധിവസിപ്പിക്കും? അവർക്കെല്ലാം വെളിയിൽ പോകാൻ പറ്റില്ല എപ്പോഴും. മാത്രമല്ല ഈ ഏറ്റവും നല്ല ബ്രെയിൻ അത് പുറത്തേക്ക് പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ പ്രൊഡക്ഷൻ, കേരളത്തിൻ്റെ വളർച്ച അതിന് തടസ്സമുണ്ടാകുന്നു. നമുക്ക് സാമ്പത്തിക വളർച്ച കൂടി കൈവരിച്ചുകൊണ്ട് മാത്രമേ ക്ഷേമ പ്രവർത്തനങ്ങൾ സസ്റ്റൈനബിളായിട്ട് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 4 മിഷനുകൾ കൊണ്ടുവന്നത്. അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ആളല്ലേ പിണറായി. എന്താ അത് ഉദ്ഘോഷിക്കപ്പെടാത്തത്? നവകേരള മിഷൻ, ലൈഫ് മിഷൻ, ആർദ്രം വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ആരോഗ്യരംഗത്ത് ആരോഗ്യമന്ത്രിയായിരിക്കെ എനിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആർദ്രം മിഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിന് വെളിയിൽ കിഫ്ബി സംവിധാനത്തിലൂടെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കും എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ആശുപത്രികൾ നവീകരിക്കാൻ കുറച്ചധികം കാശ് നല്ല രീതിയിൽ അത് ലഭ്യമായതുകൊണ്ടല്ലേ ആശുപത്രികൾ നവീകരണ പ്രക്രിയയുമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വപ്നമുണ്ടായാലും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അടിത്തറയുണ്ടാവുമോ? പക്ഷെ ആ കാര്യങ്ങളൊന്നും അല്ലല്ലോ ടീച്ചർ MT പറഞ്ഞത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ജനായത്ത സംവിധാനത്തിൽ ഒരു ഭരണാധികാരിയുടെ പെരുമാറ്റ രീതികൾ എന്തായിരിക്കണം അവരുടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാവരും നല്ലവരാണോ? വളരെ ഗൗരവമുള്ള എല്ലാവരും ചീത്തയാണോ? MT പറഞ്ഞതിനെ നിഷേധിക്കുന്നില്ല. അദ്ദേഹം ഒരു പൊതു കാര്യം പറഞ്ഞതാണ്. അത് പിണറായി ആയാലും ഞങ്ങൾ ആരായാലും
അദ്ദേഹം പറഞ്ഞതിൽ നല്ല അംശം സ്വീകരിക്കാനല്ലാതെ എം ടി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിലൊരു നീരസമൊന്നും പിണറായി പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. പിണറായിയോട് പലരും ചോദിച്ചപ്പോഴേ എം ടി പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാൻ എന്തെങ്കിലും സ്വീകരിക്കുക, അത് ഇന്നയാളെ കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ വെറുതെ നമ്മൾ ഏറ്റെടുക്കുന്നത്? അത് അതിനകത്ത് സ്വീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ CPI-ന്? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു പൊതുതത്വം, അതിന് നമ്മളാരും എക്സെപ്ഷൻ അല്ലല്ലോ. അതെന്താ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെ കൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നാത്തത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നരുത്. അങ്ങനെയൊന്നുമല്ല, ആരെയും ചൂണ്ടിയിട്ടല്ല എം ടി പറഞ്ഞത്. എം ടി നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്, ഒക്കെ വളരെയേറെ ബഹുമാനിക്കുന്നയാളാണ്. അത് കാരണം വെച്ചാൽ എം ടി ഉദാഹരിച്ചത് ഇടതുപക്ഷത്തിൽ ഏറ്റവും സൈദ്ധാന്തികനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലല്ലല്ലോ എം ടി ഉദാഹരിച്ചത്. EMS ഒരു നല്ല ഭരണാധികാരിയായിരുന്നു, നല്ല രീതികൾ കേരളത്തിന് കാട്ടിത്തന്നു. EMS കാട്ടിത്തന്നത് ഇടതുപക്ഷം മാത്രം പിന്തുടരണം എന്നല്ല ഞങ്ങൾ കരുതുന്നത്. EMS കാട്ടിത്തന്നത് കേരളത്തിൽ എല്ലാവരും പിന്തുടരണം എന്നാണ്. ടീച്ചർ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അടുത്തിരുത്തിയാണ് എം ടി ഇതെല്ലാം പറഞ്ഞത്. അതെ, ആ സമയത്ത് അടുത്തിരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ എം ടി ഇത് പറയുന്ന സമയത്ത് വേറൊരു മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആകുമായിരുന്നു അത്. എം ടി അങ്ങനെ ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ടൊന്നും പറയുന്ന ആളല്ല. എം ടി വാസുദേവൻ നായരെ കുറിച്ച് നമുക്കറിയില്ലേ. എന്നാൽ അദ്ദേഹം പറയാനുള്ള ആശയം കൺവേ ചെയ്യുന്ന ആളാണ്. അത് ആ അർത്ഥത്തിലെടുത്താൽ മതി. അതുകൊണ്ട് പിണറായി വളരെ മോശക്കാരനാണെന്ന് എം ടി പറയുമോ? അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.